ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് ഫെബ്രുവരി 22 സൗദി ഫൗണ്ടേഷണൽ ഡേ പ്രമാണിച്ചുള്ള ഒരു ഡ്രോൺ ഷോ ഉണ്ട്, നമുക്കറിയാൻ സാധിച്ചു KFDയിൽ. അപ്പോൾ നമ്മൾ അവിടോട്ട് പോയി നോക്കാൻ പോവാണ്. നമ്മളൊരു റീല് കണ്ടിട്ടാണ് പോകുന്നത്. എന്തുമാത്രം കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷനാണ് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല, അവിടെ ചെന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഏകദേശം 10 മണിക്കാണ് പരിപാടി. അതുകൊണ്ട് തന്നെ ഇന്ന് അഖിലയും പിള്ളേരും നമുക്കൊപ്പം ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഞാനിപ്പോൾ വണ്ടിയെ കയറി ഏകദേശം ഒരു 8:30 ഇവിടുന്ന് പ്ലാൻ എന്നാന്ന് വെച്ചാൽ, നമ്മൾ കാറിന് പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഒരു സമയമാവും, ഒത്തിരി നേരം എടുക്കും. അതുപോലെ തിരിച്ചു വരുമ്പോഴും നല്ല ട്രാഫിക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മെട്രോയിൽ പോകാനാണ് പ്ലാൻ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 5 മിനിറ്റേ ഉള്ളൂ ബദിയ സ്റ്റേഷനിലോട്ട്. ബദിയ ചെന്ന് അവിടുന്ന് നമുക്ക് മെട്രോയിൽ പോയാൽ കഴിഞ്ഞാൽ പെട്ടെന്ന് KFDയിലെത്താം. അതുപോലെ തന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് പറയാനായിട്ട്, നമ്മൾ ഇപ്പം ഗെയിം ചലഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തുടങ്ങി. അപ്പോൾ നല്ലൊരു റെസ്പോൺസാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ സൈഡിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊപ്പം നിങ്ങളും ഉണ്ടായിരിക്കണം. ഇനിയും മുന്നോട്ടുള്ള എല്ലാ പരിപാടികളിലും സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എത്തിയിട്ട് ഇപ്പോൾ ബദിയ സ്റ്റേഷനിലാണ് എത്തിക്കുന്നത്. നമ്മൾ കാറ് പാർക്ക് ചെയ്തു, എന്നിട്ട് നമുക്ക് മെട്രോയിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ മെട്രോയിലോട്ട് പോവാണ്, സ്റ്റേഷനിലോട്ട്. ബദിയ സ്റ്റേഷനിൽ ഇൻസൈഡാണിത്. അപ്പോൾ ഇവിടുന്ന് കയറിയിട്ട് നമുക്ക് ടിക്കറ്റ് എടുത്ത് ആദ്യം ഇത് ഓറഞ്ച് ലൈനിലുള്ള സ്റ്റേഷനായതുകൊണ്ട് തന്നെ ബ്ലൂ ലൈനിൽ കണക്റ്റ് ആയിട്ടുള്ളത് ഇറങ്ങണം, എന്നിട്ടാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത്. ഇവിടെ ATM കാർഡ് വെച്ച് തന്നെ ചെക്ക് ഇൻ ചെയ്തു. അപ്പം നമുക്ക് 4 റിയാലാണ് വരുന്നത് 2 പേഴ്സണ്. അപ്പോൾ ഞാൻ അതാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടുന്ന് ഓറഞ്ച് ലൈനിൽ കയറിയിട്ട് ബ്ലൂ ലൈനിൽ ട്രെയിൻ കിട്ടുന്ന ഏരിയയിലോട്ട് നമുക്ക് പോകണം. അപ്പം നമ്മളിപ്പോഴത്തെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. പ്ലാറ്റ്ഫോം ഓൾറെഡി ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ഇപ്പോഴത്തെ ട്രെയിനും വന്നിട്ടുണ്ട്, നമുക്കിതിൽ കയറാം. ആ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നമ്മൾ അൽക്കസർ അൽ ഹക്കും എന്ന് പറയുന്ന സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതൊരു വലിയ സ്റ്റേഷനാണ് കേട്ടോ. നല്ല തിരക്കാണ് ഇവിടെ, ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇവിടെ ബ്ലൂ ലൈനുമായിട്ട് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ നല്ലോണം ആൾക്കാർ ട്രെയിനിൽ വന്നിറങ്ങി. പിന്നെ ഈ സ്റ്റേഷൻ്റെ ഔട്ട്സൈഡുണ്ട്, നല്ല ഗ്രീനറിയൊക്കെ കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ സ്റ്റേഷനിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇത്രയും ആൾക്കാർ ഇവിടുന്ന് ഇറങ്ങിപ്പോയവരാണ്, ഇപ്പോൾ ട്രെയിൻ വന്നിറങ്ങിയവരാണ്. അപ്പം അടുത്ത ട്രെയിന് പോകാനായിട്ടുള്ള തിരക്കിൻ്റെ പുറത്താണ് ഇത്ര ആൾക്കാർ വന്നേക്കുന്നത്. ചിലപ്പം ഇവരുമൊക്കെ ഡ്രോൺ ഷോ കാണാനായിട്ട് പോകുന്നവരാണ്ടാവാം. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ള തിരക്കാണ് ഇപ്പോൾ കാണുന്നത്. ട്രെയിൻ വരാറായി. അപ്പം അത് ആ സമയത്ത് നല്ല തിരക്ക് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ അങ്ങേയറ്റം വരെയും തിരക്കുണ്ട്. അപ്പോൾ ട്രെയിൻ വന്നു, ഓൾറെഡി നല്ല തിരക്കുണ്ട് കേട്ടോ. ട്രെയിനകത്തുമൊക്കെ നല്ല തിരക്കുണ്ട്. നമുക്കിതിനകത്തോട്ട് കയറി പോകണം. നമ്മളിപ്പോൾ ഉള്ളത് ക്രാഫ്റ്റ് സ്റ്റേഷനിലാണ്. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇപ്പം ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നിറച്ച ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് മെട്രോയിൽ കയറി വന്നിറങ്ങിയേക്കുന്നത് KFD സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ പ്രധാനപ്പെട്ട സ്റ്റേഷനാണ്, ഇവിടുത്തെ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നൊരു സ്റ്റേഷൻ. അപ്പം ഈ റീലി പറഞ്ഞ പ്രകാരമുള്ള അൽഗാദി വോക്ക് വേ എന്ന് പറയുന്നത് ഈ ഏരിയയിലാണെന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കുറേ പേരോട് ഇത് ഞാൻ അന്വേഷിച്ചു ഈ ഒരു സംഭവം എന്നാന്ന്. പക്ഷേ ഇവിടെ ഒരു മനുഷ്യപ്പെട്ടവർക്ക് ആർക്കും അറിയത്തില്ല. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് കാണാൻ പറ്റുമോ ഇല്ലെന്നൊന്നും അറിയാത്ത കാര്യമാണ്. എനിവേ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, KFDയിലാണുള്ളത്. അപ്പം നോർമലി ഇങ്ങനത്തെ ഒക്കെ ഒരു പ്രോഗ്രാം ദിവസമൊക്കെ എന്തെങ്കിലും പ്രോഗ്രാം നടക്കുന്നത് ഈ ഒരു ഏരിയയിലൊക്കെയാണ്. അപ്പം എൻ്റെ ബാക്കിൽ കാണുന്നതാണ് KFD, ആ ഒരു ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത്. വലിയ വലിയ ഓഫീസുകളുടെയും ബാങ്കുകളുടെയൊക്കെ മെയിൻ സ്ഥലം. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം നിറച്ച് ആളുകൾ വന്ന് കൊള്ളുന്നുണ്ട്. ചിലപ്പോൾ ഇവിടെ കാണാനായിട്ട് ഫസ്റ്റ് വന്നേക്കുന്നതായിരിക്കാം, അതല്ലെങ്കിൽ ഡ്രോൺ ഷോ പ്രമാണിച്ചു വന്നായിരിക്കും. കറക്റ്റ് ഒരു ഐഡിയ കിട്ടുന്നില്ല. രക്ഷയിലായിരുന്നപ്പോൾ ഇവിടുത്തെ ഒരു പോലീസുകാരനോട് ഞാൻ ചോദിച്ചു ഈ സംഭവം എവിടെ നടക്കുന്നത്. അപ്പോൾ പുള്ളിയും 2-3 ചോദിച്ചു കേട്ടോ. ഇവർക്കാർക്കും നടക്കുന്നുണ്ടോ ഇല്ലെന്നുള്ള പറ്റി അറിയത്തില്ല, പക്ഷേ സ്ഥലം പറഞ്ഞു തന്നു. അപ്പം നമ്മൾ ഈ KFDയിൽ ഇറങ്ങിയത് കുറച്ചുകൂടെ മുന്നോട്ട് നടക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങോട്ട് ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നല്ല ആൾക്കാരൊക്കെ വന്ന് കൊണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നൊക്കെ ചിലപ്പോൾ കാണാമായിരിക്കും. അല്ല, ഇവിടെയൊക്കെ ആൾക്കാർ വന്ന് നിൽപ്പുണ്ട്. നമ്മുടെ വിദേശികളൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. സൗദി ഡ്രസ്സും ഒക്കെ അണിഞ്ഞിട്ടും ഒക്കെ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയിൽ നമുക്ക് നിന്നാൽ കാണാൻ സാധിക്കുമായിരിക്കും. ഇപ്പം നമ്മുടെ ബാക്ക് സൈഡിൽ കണ്ടോ, എല്ലാവരും ഒരു സൈഡിലോട്ട് നോക്കി ബാക്കിലോട്ട് നോക്കി നിൽപ്പുണ്ട്. ചിലപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. നോക്കാം, എന്തായാലും നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. ഇനിയിപ്പോൾ നമ്മൾ മുന്നോട്ട് നടക്കുന്നതുകൊണ്ട് അർത്ഥമാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ നമുക്ക് സ്റ്റേ ചെയ്യാം. അപ്പോൾ ഇവിടെ നിൽക്കുന്ന കുറച്ചുകൂടെ ചോദിച്ചപ്പോഴും അവർ പറഞ്ഞത് ഒന്നെങ്കിൽ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഫ്രണ്ട് സൈഡിൽ കാണണം, അത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ്, അവിടെയാണ് ആ അൽഗാദി വാക്കു എന്ന് പറയുന്ന സംഭവം ഉള്ളത്. പക്ഷേ
അതായത് നമ്മളിപ്പം നിൽക്കുന്നതിൻ്റെ ഇവിടെ നിൽക്കുന്നതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ബാക്ക് സൈഡിലായിട്ട് വരണം ഒന്ന്. പിന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ സൈഡിലോട്ട് നമുക്ക് ഫോട്ടോ അല്ലെങ്കിൽ ഡ്രോൺ ഷോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ KFDയുടെ ലുക്ക് കിട്ടുന്നില്ല ഫോട്ടോയിൽ. അപ്പം ആ ഒരു സൈഡിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നോക്കാം എന്തായാലും 10 മണിയായിട്ട് നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റോടെ ടൈമുണ്ട് 10 മണിക്ക്. അപ്പോൾ നമുക്ക് ഒരു സൈഡിലും കൂടെ ഒന്ന് കവർ ചെയ്ത് നടന്നിട്ട് വരാം. കാരണം അപ്പുറേ സൈഡിലും ഒക്കെ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏത് സൈഡിലാണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അവിടെ നിന്നും പോയി നോക്കി സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ വഴിയിലൊക്കെ ഇവർ എന്താ പറയുന്നത് സൗദി ഡ്രസ്സൊക്കെ ധരിച്ച ലേഡീസൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സെലിബ്രേഷൻ ഇവിടെ നടക്കുന്നുണ്ടാവും. സൈഡിലും ആകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഇത്രയും ബിൽഡിംഗ് ഒക്കെ ആകുമ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്ക് കൊണ്ട് വെക്കുമെന്ന് അറിയത്തില്ല. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാണ് KFDയുടെ ഒരു ഫുള്ള് വ്യൂ എന്ന് പറയുന്നത്. കാണുന്നത് KFDയുടെ ഒരു ഫുൾ വ്യൂ ആണ്. അറാംകോയുടെ ഓഫീസുകളും അതുപോലെ പല മെയിൻ ബാങ്കുകളുടെയൊക്കെ ആസ്ഥാന മന്ത്രി ഇപ്പോൾ ഇവിടോട്ടാണ് മാറ്റിയേക്കുന്നത്. അപ്പോൾ ഇവിടോട്ടും കുറേ ലേഡീസൊക്കെ അല്ലെങ്കിൽ ലേഡീസും പിള്ളേരും ഒക്കെ ഈ ഒരു ഡ്രസ്സൊക്കെ ധരിച്ച് ഇതിൻ്റെ ആഘോഷത്തിന് വേണ്ടിയിട്ടായിട്ട് പോകുന്നുണ്ട്. ഈ റോഡിൻ്റെ സൈഡിൽ നിന്നപ്പം പോലീസുകാർ തന്നെ ഇവിടെ ഷോയും കോപ്പത്തില്ലെന്നും പറഞ്ഞു വിടുന്നുണ്ട്. അപ്പം നമുക്കിനി അപ്പുറം സൈഡിലോട്ട് പോകുന്നെങ്കിൽ ഇവിടെ ആരെയും നിർത്തുന്നില്ല, എല്ലാവരെയും പറഞ്ഞു വിട്ടു. നല്ലോണം ആൾക്കാരെല്ലാം അവിടെ ഇവിടെയൊക്കെ വന്ന് ഇപ്പോൾ ഉണ്ട്. എല്ലാവരും ഇത് പ്രമാണിച്ചാണ് വന്നേക്കുന്നത്. ഇത് പ്രതീക്ഷിച്ച് വന്നതാണ്. കാരണം റീൽസിലൊക്കെ വന്നേക്കുന്നതുകൊണ്ട് കുറേ പേർക്ക് കാണാനുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ്. പക്ഷേ ഇവിടെ കാണാൻ പറ്റുന്നു എന്ന് പറയുന്ന ഒരു ഏരിയയിലോട്ട് പോലീസുകാർ അടുപ്പിക്കുന്നില്ല, അവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ കുറേ പേര് അവിടെ നിന്ന് എല്ലാം കൂടെ ഓടി ഇപ്പുറേ സൈഡിലോട്ട് വന്നു. ഓൾറെഡി 10 മണിയായി, ഇതുവരെ ഒന്നും സ്റ്റാർട്ട് ചെയ്തതായിട്ട് നമുക്കറിയത്തില്ല. നമ്മൾ ആദ്യം പറഞ്ഞ ആ സൈഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സംഭവം. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. പോലീസുകാരവിടാണെങ്കിൽ നിപ്പുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിരുന്നു നമുക്ക് ഇപ്പോൾ ഡ്രോൺ താഴോട്ട് ഇറങ്ങിപ്പോകുന്നൊരു സംഭവം. എനിക്കൊന്ന് കഴിഞ്ഞ് കാണും. ഏകദേശം ഒരു 15 മിനിറ്റത്തെ പരിപാടി ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ നമുക്ക് കിട്ടി. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മൾ നിൽക്കേണ്ട ലൊക്കേഷൻ ഇതല്ലായിരുന്നു. നമ്മളിപ്പോൾ KFD സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ട് അവർ പറഞ്ഞ അൽഗാദി വോക്ക് എന്ന് പറയുന്നത് ഇവിടുന്ന് ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡാണ്. പക്ഷേ നമുക്ക് പിന്നെ ഇവിടുന്ന് പോകണമെങ്കിൽ ടാക്സി വല്ലതും പിടിച്ച് പോകണമെങ്കിൽ അരമണിക്കൂറിൽ കൂടുതൽ എടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സൈഡിലോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ നമ്മളിവിടെ നിന്ന് മാക്സിമം കാണാൻ പറ്റുന്നതൊക്കെ കണ്ടു. ആൾക്കാരൊക്കെ കുറേ പേര് ഇവിടെ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം ഇവന്മാർ പോലീസുകാർ സമ്മതിക്കുന്നില്ലായിരുന്നു.
ഇവിടുന്ന് കറക്റ്റായിട്ട് എടുക്കാനായിട്ട്. അപ്പം ലാസ്റ്റത്തെ കുറച്ച് ഭാഗത്ത് കിട്ടിയിട്ടുള്ളൂ, എന്നാലും ഇവിടം വരെ വന്നിട്ട് നമുക്ക് അത്രയും കിട്ടി, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം അതൊക്കെയാണ് സൗദി ഫൗണ്ടേഷൻ ഡേയുടെ പരമായിട്ട് ഞാൻ ആദ്യമായിട്ട് ഇറങ്ങിയതാണ് ഇങ്ങനെ ഒറ്റയ്ക്ക്. അല്ലാത്തപ്പോൾ ഫാമിലി ഉണ്ടാവും. ഫാമിലി പിന്നെ നാളെ ഇപ്പം സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അവർ വരാഞ്ഞത്. എനിവേ കുറച്ചൊക്കെ കണ്ടു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. അതുപോലെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നതിലേക്ക് ബൈ.